പ്രവാചകന്റെ ശത്രുക്കളെമ്പാടുമുണ്ട്. മക്കയിലെ മുശ്രിക്കുകളുണ്ട്, യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുനാഫിക്കുകളുണ്ട്, പല നിലക്കുമുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരാളെയും അങ്ങാടികളിൽ വെച്ച് ചീത്ത പറയുന്ന ആളുകളെ അങ്ങാടികളിൽ വെച്ച് വേണ്ടാത്തത് പറയുന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുകയില്ല. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി അസ്സയ്യിഅ, അദ്ദേഹം ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിടുകയില്ല. പിന്നെയോ വലാകിൻ യഅഫു വയഗ്ഫിർ, അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാകുന്നു. അപ്പൊ തൗറാത്തിൽ നബിയെ കുറിച്ച് എല്ലാ നന്മയുടെ ഹിസാലുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ പേര് അഹ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നായിരിക്കും. എല്ലാ നന്മകളുടെയും കേദാരമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരും ഒന്നുകിൽ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അഹ്മദ് എന്നോ ആയിരിക്കും എന്ന് പറയപ്പെട്ടു. അപ്പോൾ ഹംദ് എന്നത് ഒരാളിലെ നന്മ അല്ലെങ്കിൽ അയാളിൽ നിന്ന് സമൂഹത്തിന് ലഭിച്ച നന്മകൾക്കനുസരിച്ച് അതിന് നല്ല പ്രതികരണം നടത്തുക എന്നതാകുന്നു ഹംദ്. എങ്കിൽ തീർച്ചയായും അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന, അനുനിമിഷം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിഅമത്തുകളെയും അറിഞ്ഞുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനോട് അങ്ങേയറ്റത്തെ നന്ദി കാണിക്കുന്ന നന്ദിയുടെ, കൃതജ്ഞതയുടെ വാചകം കൂടിയാണ് എന്ത്? അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഹംദ്, മദ്ഹ്, ശുക്ർ ഇത് മൂന്നിനെ കുറിച്ചും അവർ ചർച്ച ചെയ്തു. കാരണം സാധാരണഗതിയിൽ ഈ മൂന്ന് വാചകങ്ങൾ ഒരുമിച്ച് പറയപ്പെടുന്നതാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, മദ്ഹ് എന്ന് പറഞ്ഞാലും ഒരാളുടെ നന്മകളെ വാഴ്ത്തലാണ് മദ്ഹ് പറയുക. അതുപോലെ തന്നെ ശുക്ർ. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ചില ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത് അൽഹംദു, ഹംദ് എന്ന് പറഞ്ഞാൽ അസ്സനാഉ ബിൽ ഫളീല, ഫളലുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ഫളല് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ പുകഴ്ത്തുന്നതിനാണ്, പ്രൈസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുക ഹംദ് എന്ന് പറയുന്നത്. വഹുവ അഖസ്സു മിനൽ മദ്ഹ് വഅഅമ്മു മിനശ് ശുക്ർ, അത് മദ്ഹിനേക്കാൾ ഖാസ്സായതാണ്, പ്രത്യേകമായതാണ്. അതുപോലെ തന്നെ ശുക്റിനേക്കാൾ കുറച്ചുകൂടി വ്യാപ്തിയുള്ളതുമാകുന്നു. ഫഇന്നൽ മദ്ഹ യുഖാലു ഫീമാ യകൂനു മിനൽ ഇൻസാനി ബിഇഖ്തിയാരിഹി വമിമ്മാ യകൂനു മിൻഹു വഫീഹി ബിത്തസ്ഖീർ. മദ്ഹ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരാളെ സ്തുതിക്കുക, മദ്ഹ് പറയാം. അത് ചിലപ്പം ആ വ്യക്തി സ്വയം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വിഷയത്തിനായിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് ഒരാളുടെ മുഖം നല്ല സൗന്ദര്യമുള്ളതാണെങ്കിൽ നമ്മൾ ആ മുഖത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയും. പക്ഷെ മുഖം സൗന്ദര്യമായത് അയാളുടെ ബോധപൂർവമായ പ്രവർത്തനമാണോ? അല്ല. ശരിക്കും മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നമ്മൾ മദ്ഹ് പറയുമ്പോൾ ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് നമ്മൾ മദ്ഹ് പറയും, എന്തൊരു ഹൈറ്റാണ്, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. പക്ഷെ ഈ ഹൈറ്റ് അയാളുടെ സ്വയം തിരഞ്ഞെടുപ്പാണോ? അല്ല, അള്ളാഹു നൽകിയത്. അതുപോലെ തന്നെ ഒരാളുടെ സൗന്ദര്യം, ഒരാളുടെ ബുദ്ധിശക്തി, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മദ്ഹ് ചെയ്യും. നല്ല ബുദ്ധി, നല്ല ഹൈറ്റ്, നല്ല ശക്തി എന്നൊക്കെ. പക്ഷെ അത് അയാളുടെ ഇഖ്തിയാർ കൊണ്ടുണ്ടായതല്ല, അള്ളാഹു കൊടുത്തതാണ്. അപ്പോൾ ഒരാളുടെ ഇഖ്തിയാറിൽ നിന്നുള്ളതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് ഒരാളെ പുകഴ്ത്തുന്നതിന് മദ്ഹ് എന്ന് പറയാം. എന്നാൽ ഹംദ് അങ്ങനെയല്ല. ഒരാൾ ബോധപൂർവം നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്തിനെ, അല്ലെങ്കിൽ ഒരാൾ ബോധപൂർവം നമുക്കോ അല്ലെങ്കിൽ ആർക്കോ ചെയ്തു കൊടുത്ത ഒരു നിഅമത്തിനെ എടുത്തു പറയുന്നതിനാണ് ഹംദ് എന്ന് പറയാം. അപ്പൊ ഹംദും മദ്ഹും തമ്മിലുള്ള വ്യത്യാസം, മദ്ഹ് ഒരാളിൽ നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നതാവാം, അല്ലാതെയും ഉണ്ടാകാം. അതിനൊക്കെ നമുക്ക് മദ്ഹ് പറയാം. പക്ഷെ ഹംദ് പറയുക എപ്പോഴാണ്? ഒരാൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നമുക്കൊരു നന്മ, ഒരു നിഅമത്ത് നൽകുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നൽകുന്നു, ആർക്കെങ്കിലും നൽകുന്നു എങ്കിൽ ആ ബോധപൂർവം ഒരാൾ ചെയ്ത നന്മയെ പ്രശംസിക്കുന്നതിനാണ് എന്ത് പറയാ? ഹംദ് എന്ന് പറയുക.
എന്നാൽ ബോധപൂർവമല്ലാത്ത ഒരാളുടെ സൗന്ദര്യം, ഒരാളുടെ കഴിവ്, ഒരാളുടെ ശക്തി, അതിനൊക്കെ പുകഴ്ത്തി പറയുന്നതിന് എന്ത് പറയും? മദ്ഹ് എന്ന് പറയും. എന്നാൽ ശുക്ർ എന്താണ്? ശുക്ർ ഒരു വ്യക്തിക്ക് നൽകപ്പെട്ട ഒരു നിഅമത്ത്, എനിക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകപ്പെട്ട ഒരു നിഅമത്തിന് പ്രത്യുപകാരമായി പറയുന്ന വാക്കോ പ്രവൃത്തിയോ, അത് ഹൃദയം കൊണ്ടാകട്ടെ, നാവ് കൊണ്ടാകട്ടെ, കർമ്മം കൊണ്ടാകട്ടെ, അതിനാണ് എന്ത് പറയുക? ശുക്ർ എന്ന് പറയുക. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ബോധപൂർവമോ അല്ലാതെയോ ഉണ്ടാകുന്ന ഏതൊരു പ്രവർത്തനത്തെയും വാഴ്ത്തുന്നതിനെന്ത് പറയും? മദ്ഹ് എന്ന് പറയും. എന്നാൽ ഒരാൾ ബോധപൂർവം ചെയ്ത നിഅമത്തുകളെ എണ്ണിപ്പറയുകയും അതിന് ആ വ്യക്തിയെ പുകഴ്ത്തുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ഹംദ് എന്ന് പറയുക. ശുക്ർ എന്ന് പറഞ്ഞാലോ ഒരാൾക്ക് നൽകപ്പെട്ട നിഅമത്തിന് പ്രത്യുപകാരമായി കൊണ്ട് പറയുന്ന വാചകം, അല്ലെങ്കിൽ നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നന്ദി സൂചകമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതാണെന്ത്? ശുക്ർ. മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് ഹംദും അതുപോലെ തന്നെ മദ്ഹും ശുക്റും തമ്മിലുള്ള പരസ്പര ബന്ധവും, എന്നാൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസമായി നിൽക്കുന്നതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ തഫ്സീർ ത്വബരിയിൽ അദ്ദേഹം ജമീഉ ശുക്ർ, എല്ലാ ശുക്റുകളും, വജമീഉൽ മഹാമിദ്, എല്ലാ സ്തുതികീർത്തനങ്ങളും എന്ന് അബൂ ജഅഫർ ത്വബരി പറയാനുള്ള കാരണവും അൽഹംദ് എന്നത് ശുക്റിന്റെ വാചകമാകുന്നു എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹംദ്, മദ്ഹ്, ശുക്ർ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ നിലക്കും എല്ലാ അർത്ഥത്തിലും സ്തുതിക്കുന്നതിന് എന്ത് പറയും? അൽഹംദു. കാരണം അതിൽ മദ്ഹുമുണ്ട്, അതിൽ ശുക്റുമുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവമാണ് എല്ലാ നിഅമത്തുകളും സൃഷ്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന് എന്തുണ്ട്? ഹംദുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിന് എന്തുകൂടിയുണ്ട്? മദ്ഹുമുണ്ട്. അതോടൊപ്പം അല്ലാഹു നമുക്ക് നിഅമത്ത് നൽകുന്നതിനാൽ പ്രത്യുപകാരം എന്നുള്ള നിലക്കാണ് നമ്മൾ റബ്ബിനെ സ്തുതിക്കുന്നത്. അപ്പോൾ എന്തും കൂടി ഉണ്ട്? അതിൽ ശുക്റുമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകം ഹംദും മദ്ഹും ശുക്റും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ഹംദിനെ കുറിച്ചും ശുക്റിനെ കുറിച്ചുമാണ് ചോദിച്ചത്. മാ ഹഖീഖത്തുഹുമാ, ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഹഖീഖത്ത്, യാഥാർത്ഥ്യം എന്താണ്? ഹൽ ഹുമാ മഅനൻ വാഹിദുൻ, ഇത് രണ്ടും ഒരർത്ഥമാണോ? ഔ മഅനയാൻ, അല്ല രണ്ടിനും രണ്ടർത്ഥമാണോ? വഅല അയ്യി ശൈഇൻ യകൂനുൽ ഹംദ്, ഹംദ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വഅല അയ്യി ശൈഇൻ യകൂനു ശുക്ർ, ശുക്ർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പൊ ചോദ്യതാണ്, ഹംദും ശുക്റിന്റെയും ഹഖീഖത്ത് എന്താണ്? രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാണെങ്കിൽ ഓരോന്നിന്റെയും വിവക്ഷ എന്താണ്? ഇതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, അൽഹംദു യതവമ്മൻ അൽ മദ്ഹ വസ്സനാഅ അലൽ മഹ്മൂദി ബിദിക്രി മഹാസിനിഹി സവാഉൻ കാന അൽ ഇഹ്സാനു ഇലൽ ഹാമിദി ഔ ലം യകുൻ والشكر لا يكون لا على إحسان المشكور إلا الشاكر فمن هذا الوجه الحمد أعم من الشكر لأنه يكون على المحاسن والإحسان. അദ്ദേഹം പറയാണ്, ഹംദ് എന്ന് പറഞ്ഞാൽ അതിൽ മദ്ഹും നന്മ ചെയ്തത് ആരാണോ
ആ സൃഷ്ടാവായ അള്ളാഹുവിന് സുബ്ഹാനഹു വ തആലക്കുള്ള എല്ലാ പ്രൈസുകളും ഉണ്ട്. അപ്പം മദ്ഹ് ഉണ്ടതിൽ, അതുപോലെ തന്നെ എല്ലാ നിലക്കും പിന്നെ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന മഹാമിദുകളും സനാഹുകളും അതിൽ ഉണ്ട്. എന്നാൽ വശുക്റു ലാ യകൂനു ഇല്ലാ അലാ ഇഹ്സാനി, എന്നാൽ ശുക്ർ ഒരു നന്മ ചെയ്തതിന് പ്രത്യുപകാരമായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അതൊരു പ്രത്യുപകാരമായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പൊ ശുക്ർ എന്നത് ഒരു നിഅമത്തിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നന്മയുടെ വാചകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഹംദും ശുക്രല്ല. എല്ലാ ഹംദും എന്തല്ല? ശുക്രല്ല. എന്നാൽ എല്ലാ ശുക്രും ഹംദാണ്. എല്ലാ ശുക്രും ഹംദാണ്. എന്നാൽ എല്ലാ ഹംദും ശുക്രായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ചിലപ്പോൾ സ്തുതിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്തിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കും. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹില്ലദീ അത്അമന, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന അല്ലാഹുവിന് സ്തുതി. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോഴോ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, അവിടെ അല്ലാഹുവിന്റെ മദ്ഹ പറയുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ മദ്ഹാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സനാഅണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ ശുക്രും ഹംദാണ്. പക്ഷെ എല്ലാ ഹംദും എപ്പോഴും എന്താവൂല? ശുക്രാവുകയില്ല. അങ്ങനെ വളരെ കൃത്യമായി അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും അതിനുള്ള തെളിവുകളായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില വചനങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ ഹംദു വശുക്ർ, ഹംദും ശുക്റും യജ്തമിആനി ഫീമാ ഇദാ കാന ബിൽ ലിസാനി ഫീ മുഖാബലത്തി നിഅമതി. നമ്മൾ ഒരു നിഅമത്തിന് പ്രത്യുപകാരമായി കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? യോജിച്ചു വരുന്നു. എന്തൊക്കെയാണ് യോജിച്ചു വരിക? നമ്മൾക്ക് കിട്ടിയ ഒരു നിഅമത്തിന് പ്രത്യുപകാരമായി കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്? ശുക്റുമുണ്ട്, ഹംദുമുണ്ട്. ഫഹാദാ യുസമ്മ ഹംദൻ വ ശുക്ര. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഹംദു എന്നും പറയാം, ശുക്ർ എന്നും പറയാം. കാരണം ഒരു നിഅമത്തിന് മുഖാബിലായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. എന്നാൽ വയൻഫരിദുൽ ഹംദു ഫീമാ ഇദാ അസ്നൽ അബ്ദു അലാ റബ്ബിഹി ബിദിക്രി അസ്മാഇൽ ഹുസ്ന വ നഊതിഹിൽ അദീമ. എന്നാൽ ഹംദു ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഹംദു ഒറ്റക്ക് വരും ശുക്രില്ലാതെ. എപ്പോൾ ഒരടിമ അള്ളാഹുവിന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നല്ല പേരുകൾ, അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എന്നിങ്ങനെ, അല്ലെങ്കിൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിറുൽ അലീമുൽ ഖദീറുൽ മന്നാൻ, അങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ, അള്ളാഹുവിന്റെ വിശിഷ്ടമായ ഗുണങ്ങൾ, ഇതൊക്കെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹംദ് ഒറ്റക്കാണ്. അവിടെ ഹംദ് ഒറ്റക്കാണ്. അതിനെ വല യുസമ്മ ശുക്ര, അതിന് ശുക്ർ എന്ന് പറയുകയില്ല. എന്നാൽ വയൻഫരിദു അശ്ശുക്ർ ഫീമാ ഇദാ ഇസ്തഅമല അൽഅബ്ദു നിഅമത്തല്ലാഹി ഫീ ത്വാഅത്തില്ലാഹ് ഫഹാദാ യുസമ്മ ശുക്രൻ വലാ യുസമ്മ ഹംദാ. എന്നാൽ ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ പറയുന്നു എങ്കിൽ അതിൽ നമ്മൾ എന്താ പറയാ? ശുക്ർ എന്നാണ് പറയുക, ഹംദ് എന്ന് പറയുകയില്ല. അപ്പൊ ഹംദും ശുക്രും കൂടി ചേരുന്നതുണ്ട്, ഒറ്റക്കാവുന്നതുണ്ട്. ഹംദും ശുക്രും കൂടി ചേരുന്നതുണ്ട്, ഒറ്റക്കാവുന്നതുണ്ട്. ഒരടിമ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോൾ സ്തുതിക്കുമ്പോഴും ഈ എല്ലാ അർത്ഥവും നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമുക്കവിടെ ഇരട്ടിയായി ഇൻഷാ അല്ലാഹ് പ്രതിഫലം നൽകപ്പെടും. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ 3 ആശയങ്ങൾ ഉണ്ടാവണം. അതുണ്ടാവാൻ വേണ്ടിയാണ്, അതെന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാവാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിച്ചത്. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിനുള്ള ഹംദും നമ്മൾ നൽകണം, അള്ളാഹുവിനുള്ള മദ്ഹും നമ്മൾ നൽകണം.
അതേ സന്ദർഭത്തിൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ശുക്റുമായി തീരട്ടെ. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനാകുന്നു ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. മാത്രമല്ല, ഒരാളെ മദ്ഹ് പറയുമ്പോൾ ആ മദ്ഹിൽ മുഹബ്ബത്തോ തഅലീമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരു വ്യക്തിയുടെ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അയാളോട് മുഹബ്ബത്ത് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരാളുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന്റെ ബുദ്ധിപരമായ കഴിവ് നമ്മൾ അയാളെ സ്നേഹിച്ചോളണമെന്നുണ്ടോ അത് പറയുമ്പോൾ? ഇല്ല. ഒരു മുഹബ്ബത്തോ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ബഹുമാനോ ആദരവോ ഒന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് ഒരാളുടെ മദ്ഹ് പറയാൻ സാധിക്കും. ഒരാൾക്ക് നന്ദി പറയുമ്പോഴും അങ്ങനെ തന്നെ. ഒരാൾ നമുക്കെന്തൊരു ഉപകാരം ചെയ്തു, തിരിച്ചൊരു നന്ദി വാചകം ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വരും. പക്ഷെ അപ്പോഴും എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല, സ്നേഹവും മുഹബ്ബത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഹംദ് പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്തുതിക്കുമ്പോൾ അതിൽ മുഹബ്ബത്തും തഅദീമും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഹംദിന്റെ നിലവാരം കുറഞ്ഞു പോകും. നമ്മൾ അൽഹംദുലില്ലാഹിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഓരോ സെക്കൻഡും റബ്ബിന്റെ നിഅമത്താണ്. നമ്മളുടെ ഓരോ സെക്കൻഡുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്താണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ ചില ആളുകൾ അവരുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെ പോലും ഹിസാബ് നടത്തിയിരുന്നു എന്നാണ്. ഓരോ സെക്കൻഡുകളെ, ഓരോ ശ്വാസത്തെയും അവരെന്ത് ചെയ്തു? ഹിസാബ് നടത്തി. ഞാൻ എന്ത് ചെയ്തു എന്ന്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമില്ലേ, വൽആദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. ഒരു കുതിര യജമാനന് വേണ്ടി തനിക്ക് വെള്ളം തരുന്ന, തനിക്ക് ഭക്ഷണം തരുന്ന, തന്നെ പോറ്റി വളർത്തുന്ന യജമാനനോട് നന്ദി കാണിക്കാൻ വേണ്ടി ആ യജമാനൻ തന്നെ എങ്ങോട്ടാണോ ക്ഷണിക്കുന്നത് അങ്ങോട്ട് പോകാൻ ഒരു കുതിര തയ്യാറാണ്. ഒരു വലിയ ദുർഘടം പിടിച്ച മലമ്പാത കയറാൻ ആ കുതിരയെ നിങ്ങൾ പ്രേരിപ്പിച്ചാൽ അതിനെ കൊണ്ട് സാധിക്കുന്നത് പോലെ അത് കയറത്തിരും. ഒരു സമുദ്രത്തെ അല്ലെങ്കിൽ ഒരു പുഴയെ, ഒരു നദിയെ മുറിച്ചു കടക്കാൻ നിങ്ങൾ ആ കുതിരയോട് പറഞ്ഞാൽ ആ കുതിര അത് മുറിച്ചു കടക്കും. പാറപ്പുറത്ത് ശബ്ദമുണ്ടാക്കി തീപ്പാറെക്കൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുതിച്ചു പായും. ശത്രുക്കളുടെ ആയുധവും കുന്തവും വാളും എല്ലാമുള്ള ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് അത് യജമാനന് വേണ്ടി ജീവനെ തന്നെ അവഗണിച്ചു കുതിച്ചു കയറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിലും അല്ലാതെയും യുദ്ധത്തിനു വേണ്ടി യജമാനനെ സഹായിക്കുന്ന ഒരു കുതിരയെ ഉദാഹരണമായി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു, നന്ദിയില്ലാത്തവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദുൻ. തീർച്ചയായും അവന് അതിന് സാക്ഷിയാണ്. നമ്മൾ തന്നെ സ്വയം ഒന്ന് വിചാരണ നടത്തിയാൽ നാം നന്ദിയുള്ളവരാണോ നന്ദി കെട്ടവരാണോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവരാവുക. ഇതൊന്നും എന്റെ കഴിവ് കൊണ്ടല്ല, റബ്ബിന്റെ ഫദ്ല് കൊണ്ടാണ് എനിക്ക് ലഭിച്ചത് എന്ന ബോധം നമുക്ക് ഉണ്ടായി തീരണം. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ നിഅമത്തുകളും ലഭിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്. എന്തിനാണിത്? ലിയബ്ലുവനി അഅശ്കുർ അം അക്ഫുർ. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തരികയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണമറ്റ നിഅമത്തുകൾ അത് ആസ്വദിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദിയുടെ വാചകങ്ങൾ, ഹംദുകൾ നമ്മളുടെ നാവിൽ നിന്ന് വരണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള വാചകങ്ങൾ നമ്മളുടെ നാവുകളിൽ നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബി അദ്ദേഹം പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന് പകല് ഖിദ്മത്ത് ചെയ്താൽ പിന്നെ ഞാൻ നബിയുടെ വീടിന്റെ ഓരത്ത് കിടന്നുറങ്ങും. ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ അടുത്ത് കിടക്കുമ്പോൾ നബിയുടെ റൂമിൽ നിന്ന് നബിയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. എന്താ റസൂലുള്ള പറയുന്നത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ മെല്ലെ 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 ആ വാചകം കേട്ടാണ് ഞാൻ ഉറങ്ങിപ്പോവാറുള്ളത്. ഇത് പറഞ്ഞ റസൂൽ ഉറങ്ങല്ല, റസൂൽ നിർത്തുന്നില്ല, പക്ഷേ കേൾക്കുന്ന അദ്ദേഹം അത് കേട്ട് കേട്ട് ഞാൻ മെല്ലെ ഞാൻ ഉറങ്ങിപ്പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭത്തിലും ഇടതടവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരുന്നു, അല്ലാഹുവിന്റെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരുന്നു, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാലിൽ നീര് വരുവോളം അല്ലാഹുവിന്റെ പ്രവാചകൻ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു. എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, എനിക്ക് നന്ദിയുള്ള ഒരു അടിമയാവാൻ ആഗ്രഹിച്ചുകൂടെ എന്നാ ചോദിച്ചത്. എനിക്ക് ഒരു നന്ദിയുള്ള അടിമയായിക്കൂടെ എന്നുമല്ല, അഫലാ ഉഹിബ്ബു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ എന്നാണ്. നന്ദിയുള്ള ഒരു അടിമയാവാനുള്ള മുഹബ്ബത്ത്, അതിനുള്ള ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോടും സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയോടും അല്ലാഹു പറഞ്ഞില്ലേ, ഇഅ്മലു ആല ദാവൂദ ശുക്റാ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. ദാവൂദ് കുടുംബമേ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബമേ, എണ്ണമറ്റ നിഅമത്തുകൾ ലഭിച്ച കുടുംബമേ, ജിന്നുകളെ കീഴ്പ്പെടുത്തപ്പെട്ട, പക്ഷികളെ കീഴ്പ്പെടുത്തപ്പെട്ട, ഉറുമ്പുകളെ കീഴ്പ്പെടുത്തപ്പെട്ട, കാറ്റിലൂടെ സഞ്ചരിക്കാൻ സാധിച്ച, അങ്ങനെ ഒട്ടനവധി എണ്ണമറ്റ നിഅമത്തുകൾ നൽകപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബമേ, ഇഅ്മലു ആല ദാവൂദ ശുക്റാ, നിങ്ങൾ നന്ദി പ്രവർത്തിക്കണം. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നന്ദിയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. വഖലീലും, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. മിൻ ഇബാദി, എന്റെ അടിമകളിൽ അശ്ശകൂർ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്നു. ഞാനും നിങ്ങളും ആ കുറഞ്ഞ ആളുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുന്ന, പടച്ചറബിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന, ആ നിഅമത്തുകളെ തിരിച്ചറിയുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഹൃദയഹാരിയായ ഒരു വാചകം ഈ ശുക്രിനെ സംബന്ധിച്ച്, നന്ദിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫമൻ ലം യഅരിഫ് അൻ-നിഅമ, ഒരു മനുഷ്യൻ നിഅമത്ത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ബൽ കാന ജാഹിലൻ ബിഹാ, പടച്ചറബ് തന്ന ഒരു നിഅമത്തിനെ കുറിച്ച് അയാൾ ജാഹിലാണെങ്കിൽ, ലം യശ്കുർഹാ, ആ നിഅമത്തിന് അയാൾ നന്ദി കാണിക്കൂല. ഒരു മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ട നിഅമത്തിനെ കുറിച്ച് ബോധമുള്ള ആളായിരിക്കണം. നിഅമത്ത് തിരിച്ചറിയാത്തവർ നന്ദി കാണിക്കൂല. അത് മനുഷ്യന്മാരോടും അങ്ങനെ തന്നെ, മനുഷ്യൻ തന്റെ സ്രഷ്ടാവായ അല്ലാഹുവിനോടും അങ്ങനെ തന്നെയാണ്. ഒരാൾ ചെയ്തു തന്ന നിഅമത്ത് തിരിച്ചറിഞ്ഞാലേ നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യുള്ളൂ? നന്ദി കാണിക്കുള്ളൂ. നിഅമത്തിന്റെ വലുപ്പം അറിയാൻ കഴിയണം. ഇതൊരു നിഅമത്താണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മരുഭൂമിയിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിലെടുത്ത് പോയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്താ അബൂബക്കറെ ആ സമയത്ത്? മറ്റൊരു റിവായത്തിൽ അവർ പകൽ സമയത്താണ്. ഏതോ ആവട്ടെ, സംഭവം ഒന്നാണ്. എന്താണ് അബൂബക്കർ റളിയല്ലാഹു തആല മജ്മഈ ഈ സമയത്ത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തിറങ്ങിയതാണ്, വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ നമുക്ക് രണ്ടുപേർ കൂടി അന്വേഷിക്കാം. രണ്ടുപേരും അന്വേഷിക്കുമ്പോൾ പിന്നീട് മൂന്നാമത് കാണുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെയും കണ്ടു. എന്താ നബിയെ ഈ സമയത്ത്
ഒന്നുമില്ല, വിശപ്പ് സഹിക്കാൻ പറ്റാനായിട്ട് ഇറങ്ങിയതാണ്, വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ. അപ്പോൾ മൂന്നാളെയും പുറത്തിറക്കിയത് വിശപ്പാണ്. ഞാനും നിങ്ങളും വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. സ്ഥലമില്ലെങ്കിലും നേരൊപ്പിച്ച് കഴിക്കണം എന്നുള്ളതൊരു ഡെയിലി റുട്ടീൻ ആയതുകൊണ്ട് വയറ്റിൽ സ്ഥലമില്ലെങ്കിലും കഴിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ വയറു നിറച്ച് കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് നൽകി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവ് പകൽ ഒരുപോലെ ഒരു സെക്കൻഡ് പോലും തന്റെ നാവോ തന്റെ ഹൃദയമോ തന്റെ ശരീരമോ അള്ളാഹുവിനുള്ള നന്ദിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ പട്ടിണിയിലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഒരു ദിവസം 2 നേരം വയറ് നിറച്ച് റസൂലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഭക്ഷണം തനിക്ക് അത്യാവശ്യമായി എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു ദിവസം ഒരു വട്ടമേ റസൂലുള്ള കഴിച്ചിട്ടുള്ളൂ. 2 മാസത്തോളം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സന്ദർഭത്തിൽ പോലും സൗദി അറേബ്യ മുഴുവൻ പരിസര പ്രദേശങ്ങളിൽ കീഴടക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ സകാത്തിന്റെ മുതലും ഗനീമത്ത് സ്വത്തുക്കളും വന്നിട്ടും ആ രാജ്യത്ത് മുഴുവൻ ആ ഒരു മഹത്തായ പരിവർത്തനത്തിലേക്ക് നയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഒരു പാത്രത്തിൽ അതിൽ നിന്നുള്ള ഒരല്പം അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സന്ദർഭത്തിൽ ആ പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ മറക്കാതെ ജീവിച്ചു. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബികൾ സെക്കൻഡുകളും നിമിഷങ്ങളും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. എന്നാൽ എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ ദിനേന ആസ്വദിക്കുന്ന മുന്തിയ വാഹനങ്ങളിൽ, മുന്തിയ വീടുകളിൽ, മുന്തിയ ഇണകളുടെ കൂടെ മുന്തിയ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ തിരിച്ചറിയാതെ പോയി. ആ നിഅമത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് തിരിച്ചറിയാതെ പോയതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും നന്ദി കെട്ടവരായി തീർന്നു എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ, അങ്ങനെ അവർ 3 പേര് കൂടി ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി ഇവിടെയുള്ള ആള് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം വന്നപ്പോൾ ഈ മഹത്തുക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മഹാന്മാരായ 2 സ്വഹാബികളെയാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്നേക്കാൾ ലോകത്ത് ധന്യനായ മറ്റൊരാളും ഉണ്ടാവുകയില്ല. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 3 ആളുകൾ എൻ്റെ വീട്ടിലിതാ അതിഥികളായി വന്നിരിക്കുന്നു. അദ്ദേഹം തന്റെ ഈത്തപ്പനയുടെ തോട്ടത്തിൽ കയറി നല്ല ഈത്തപ്പഴങ്ങൾ പറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. അവരോട് വയറു നിറച്ച് ഭക്ഷിക്കാൻ പറഞ്ഞു. ഒരാടിനെ മുഴുവനായി അറുത്ത് അത് മുഴുവൻ വേവിച്ച് അവർ 3 പേരുടെയും മുമ്പിൽ വെച്ചു കൊടുത്തു. വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും പറഞ്ഞു, ഓ ഉമർ, ഓ അബൂബക്കർ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായും ഇന്ന് നമ്മൾ കഴിച്ച ഈ ഭക്ഷണത്തെ കുറിച്ച് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മളോട് ചോദിക്കും. പട്ടിണി കിടന്ന, ഒരുപാട് ദിവസമായി പട്ടിണിയിലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ആ സ്വഹാബികൾക്ക് ഒരു ഭക്ഷണം കിട്ടിയാൽ ആ ഭക്ഷണത്തെ കുറിച്ച് പോലും അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കുമെങ്കിൽ എന്നോടും നിങ്ങളോടും അല്ലാഹു എങ്ങനെയായിരിക്കും ചോദിക്കുക എന്നത് ഞാനും നിങ്ങളും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ഈ നിഅമത്തിനെ കുറിച്ച് ചോദിക്കും. അല്ലാഹുവിന്റെ റസൂൽ അത് തിരിച്ചറിഞ്ഞു. വിശക്കുന്ന വയറോടുകൂടി വന്ന് വയറു നിറച്ച് ഭക്ഷണം കിട്ടി, അതൊരു വലിയ നിഅമത്താണ്. 3 നേരവും സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന എനിക്കും നിങ്ങൾക്കും ചിലപ്പോ ആ നിഅമത്ത് ബോധ്യപ്പെട്ടു എന്ന് വരില്ല.
പക്ഷെ അത് ലഭിക്കാതിരിക്കുമ്പോ, ഭക്ഷണം കിട്ടാതിരിക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ, വസ്ത്രം ലഭിക്കാതിരിക്കുമ്പോ നമുക്കതിനെ കുറിച്ച് മനസ്സിലാകും. എത്രയെത്ര മുസ്ലിം സമ്പന്ന രാഷ്ട്രങ്ങളാണ് ഇന്ന് ഭക്ഷണത്തിന്റെ പൊതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു കഴിവില്ലാത്തവനാണെന്നാണോ ഞാനും നിങ്ങളും വിചാരിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു കളയാൻ സാധിക്കുന്നവനാണ് റബ്ബ് എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സംശയമുണ്ടോ? എന്നിരിക്കെ എന്താണ് നമ്മൾ നന്ദിയില്ലാത്ത ആളുകളായി പോയത്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഓ മനുഷ്യ, ഔദാര്യവാനായ ഉദാരവാനായ എമ്പാടും ഫضലുകളുടെ നാഥനായ അല്ലാഹുവിനെ സംബന്ധിച്ച് നിന്നെ എന്താണ് വഞ്ചിച്ചു കളഞ്ഞത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ നാഥനെ കുറിച്ച് നിന്നെ ആരാണ് വഞ്ചിച്ചു കളഞ്ഞതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, ഫമൻ ലം യഅരിഫ് നിഅമ ബൽ കാന ജാഹിലൻ ബിഹാ ലം യശ്കുർഹാ. ഒരു നിഅമത്തിനെ തിരിച്ചറിയാത്തവന് നന്ദി കാണിക്കാൻ കഴിയില്ല. നമുക്ക് ആദ്യം വേണ്ടത് നിഅമത്തിനെ തിരിച്ചറിയലാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, വമൻ അറഫഹ, എന്നാൽ ഒരാൾ നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാക്കി, എന്നാൽ വലം യഅരിഫിൽ മുൻഇമ ബിഹാ, ഇത് തന്ന ആളെ കുറിച്ച് അറിയില്ല, ഈ നിഅമത്തിന്റെ ദാതാവ് ആരാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലം യശ്കുർഹാ അയ്ളൻ, അപ്പോഴും അവൻ നന്ദി കെട്ടവനായിരിക്കും. ഒരു നിഅമത്ത് കിട്ടി, നിഅമത്തും തിരിച്ചറിഞ്ഞു, പക്ഷെ ഈ നിഅമത്ത് തന്നത് ആരാണ്? ആ രക്ഷിതാവിനെ കുറിച്ച് അറിയില്ല, ആ റബ്ബിനെ കുറിച്ച് അറിയില്ല, ഈ നിഅമത്ത് തന്ന ആളെ കുറിച്ച് അറിയില്ല. അല്ലേ? കണ്ണിന്റെ മഹത്വത്തെ കുറിച്ച് നിരീശ്വരവാദിയും പറഞ്ഞേക്കാം, കൈകാലുകളുടെ മഹത്വത്തെ കുറിച്ച് നിരീശ്വരവാദി പറഞ്ഞേക്കാം, ഹൃദയത്തിന്റെയും കിഡ്നിയുടെയും പ്രാധാന്യത്തെ കുറിച്ച് നിരീശ്വരവാദിയായ ഒരു ഡോക്ടർക്ക് മനസ്സിലായേക്കാം, ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥകളുടെ ആ ഒരു മഹത്തായ സംവിധാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് ദൈവത്തെ നിഷേധിക്കുന്ന ഒരാൾ അറിഞ്ഞേക്കാം. പക്ഷെ അവൻ നന്ദി കാണിക്കൂല. കാരണം എന്താണെന്നറിയോ? ഈ നിഅമത്ത് ഉണ്ടാക്കിയ സ്രഷ്ടാവിനെ കുറിച്ച് അറിവില്ല, അത് തന്ന ആ നിഅമത്ത് സംവിധാനിച്ച, അത് നൽകിയ അതിന്റെ ദാതാവിനെ സംബന്ധിച്ച് ബോധമില്ല. അപ്പൊ നിഅമത്ത് അറിഞ്ഞിട്ടില്ലെങ്കിലും നന്ദി കെട്ടവനാകും, നിഅമത്ത് അറിഞ്ഞിട്ടും നിഅമത്ത് തന്ന ആളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും നന്ദി കെട്ടവനാകും. എന്നാൽ വമൻ അറഫ നിഅമ, ഒരാൾ നിഅമത്ത് മനസ്സിലാക്കി, വൽ മുൻഇം, നിഅമത്ത് നൽകിയ ആളെയും മനസ്സിലാക്കി, ലാകിൻ ജഹദഹാ കമാ യജ്ഹദുൽ മുൻകിറു ലിനിഅമത്തിൽ മുൻഇം അലൈഹി ബിഹാ ഫഖദ് കഫറഹാ. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും നിഅമത്ത് തരുന്ന ആളുകളോട് നന്ദി കേട് കാണിക്കുന്ന ചില മനുഷ്യന്മാർ, ചില ആളുകളുണ്ട്. നിഅമത്തും അറിയാം, തന്ന ആളെ കുറിച്ച് അറിയാം, പക്ഷേ ഇവന്റെ പ്രകൃതമാണ് നന്ദി കേട് കാണിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നന്ദി കെട്ടവനാണ്. അധികം നന്ദി കേട് അറിയാനിട്ടാണോ? അല്ല, വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, അവനതിന് സാക്ഷിയാണ്. ഞാൻ നന്ദി കെട്ടവനാണെന്ന് അവന് തന്നെ അറിയാം. കാരണം അത്രയും നിഅമത്തുകളൊക്കെ റബ്ബ് നൽകുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഞാനതൊക്കെ അംഗീകരിച്ചാൽ, നന്ദികേട് കാണിച്ച് ജീവിച്ചാൽ ഇപ്പൊ എന്റെ ബിസിനസ് വെച്ച പിടിക്കൂല, എന്റെ കച്ചവടത്തിലൊരു ലാഭം കിട്ടണേ, തൽക്കാലം റബ്ബ് പറഞ്ഞതൊക്കെ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ യുവാവാണ്, കുറച്ചൊക്കെ വയസ്സായിട്ട് നന്നായാൽ മതി എന്നിങ്ങനെ നിഅമത്തിന്റെ ദാതാവിനെയും നിഅമത്തിനെയും തിരിച്ചറിഞ്ഞിട്ടും ആ നിഅമത്തിന് നന്ദി കാണിക്കാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒന്ന് നിഅമത്തിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നന്ദി കെട്ടവനാകും, രണ്ട് നിഅമത്ത് തന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും നന്ദി കെട്ടവനാകും, മൂന്ന് നിഅമത്തും അറിയാം, നിഅമത്ത് തന്ന ആളെ അറിയാം, പക്ഷേ നന്ദി കേടാണ് സ്വഭാവമെങ്കിൽ അപ്പോഴും അവൻ നന്ദി കെട്ടവൻ തന്നെ. അതുപോലെ തന്നെ വമൻ അറഫ നിഅമ, നിഅമത്ത് അറിഞ്ഞു, വൽ മുൻഇം, നിഅമത്ത് തന്ന ആളെയും അറിഞ്ഞു, വഅഖറ ബിഹാ വലം യജ്ഹദ്ഹാ, അയാൾ അതിനോട് നിഷേധമൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അല്ലാഹു ഇല്ലാന്നോ ഖുർആൻ ഇല്ലാന്നോ നബി ഇല്ലാന്നോ എന്നൊന്നും പറയുന്നില്ല, നിഷേധമൊന്നും കാണിക്കുന്നില്ല, എല്ലാം അറിയാം. പക്ഷേ വലാകിൻ ലം യഖ്ളഅ ലഹു, അല്ലാഹുവിന് കീഴൊതുങ്ങാൻ അയാൾ തയ്യാറില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങാൻ തയ്യാറില്ല, വയുഹിബ്ബഹു, അല്ലാഹുവിനെ സ്നേഹിക്കാനും തയ്യാറില്ല, വയർളാ ബിഹി, അല്ലാഹുവിനെ തൃപ്തിപ്പെടാനും അയാൾ തയ്യാറായിട്ടില്ല. എല്ലാ നിഅമത്തുകളും തരുന്നത് അല്ലാഹുവാണെന്നറിയാം,
പക്ഷേ റബ്ബിന് കീഴൊതുങ്ങാൻ തയ്യാറില്ല. ഖുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. ആകാശവും ഭൂമിയും ഒക്കെ ആരുടേതാ? മക്കാ മുശ്രിക്ക് പറയാ അല്ലാഹുവിനുള്ളതാണ്. എന്നിട്ടോ ഇബാദത്തുകൾ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും. അതാണ് നന്ദികേട്. ഇതൊക്കെ അറിയാം. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം സയഖൂലൂന ലില്ലാഹ്. 7 ആകാശങ്ങളും 7 ഭൂമിയും ആരുടേതാണ്? മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവ് ആരാണ്? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹു തന്നെ. അതൊക്കെ അറിയാം. എന്നിട്ടോ അല്ലാഹുവിന് കീഴൊതുങ്ങാൻ തയ്യാറില്ല. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവന് മാത്രമേ കീഴൊതുങ്ങാവൂ എന്ന് പറഞ്ഞാലോ അപ്പോൾ അവർ അഹങ്കരിച്ചുകൊണ്ട് പിന്മാറുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചും റബ്ബിനെ കുറിച്ചും എല്ലാം തിരിച്ചറിഞ്ഞാലും അതൊക്കെ അംഗീകരിച്ചാലും റബ്ബിന് കീഴൊതുങ്ങാനും അവനെ ഇഷ്ടപ്പെടാനും അവനെ തൃപ്തിപ്പെടാനും റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ. അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെടണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ തൃപ്തി വേണം. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഒരാൾ അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ട ഒരാൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അവഗണിക്കുകയോ മറ്റുള്ളവരുടെ ചര്യകളെ അയാൾ പിന്തുടരുകയോ ഇല്ല. ഇസ്ലാമിക മതമായി തൃപ്തിപ്പെട്ട ഒരാൾ ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒന്ന് പ്രവർത്തിക്കുകയോ അനിസ്ലാമിക സംസ്കാരത്തെ തന്റെ ജീവിതത്തിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുവരികയോ ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന, റസൂലിനെ തൃപ്തിപ്പെടുന്ന, ഇസ്ലാമിനെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൂടി ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അപ്പോഴും ആ വ്യക്തി എന്ത് ചെയ്യുകയില്ല? അയാൾ നന്ദി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നന്ദി എന്നത് ഒന്ന് ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവാണ്. ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവാണ്. ആ മുനഇമിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിഷേധിക്കാതിരിക്കലാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ പള്ളിയുടെ അടുത്തൂടെ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്ന ഖുർആനിലെ ഒരു ആയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് താനെ ഉണ്ടായതാണോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. താനെ ഉണ്ടായതാ നിങ്ങൾ? ഇനി അതല്ല, താനെ ഉണ്ടായതാണ്, അതല്ലെങ്കിൽ അല്ലാഹു അല്ല എന്നാണ് വാദമെങ്കിൽ അം ഖലഖുസ് സമാവാതി വൽ അർദ്, നിങ്ങളാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? വല്ലാത്തൊരു ചോദ്യം. അദ്ദേഹം പറയാണ്, കാദ ഖൽബി യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. വല്ലാത്തൊരു ചോദ്യം. ഞാൻ ഇന്ന് വരെ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യം. ഞാൻ താനുണ്ടായതാണോ, അതല്ല ഞാനാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ഇത് രണ്ടുമല്ലെങ്കിൽ ഇതിനൊരു സൃഷ്ടാവ് തീർച്ചയായും. താനെ ഒന്നും ഉണ്ടാവില്ല എന്നൊരാൾ പറയാം, എന്നാൽ ഇതിനെ സൃഷ്ടിച്ചതൊന്നും ഞാനല്ല എന്ന് അയാൾക്കറിയാം, ഈ കാണുന്ന ആരും അല്ല എന്ന് പറയാം. അപ്പൊ പിന്നെ സ്വാഭാവികമായും അതിനൊരു സൃഷ്ടാവ് ഉണ്ടാവില്ലേ? ഞാൻ ചിന്തിച്ചു, ഞാൻ മുസ്ലിമായി എന്ന് അദ്ദേഹം പറയാം. നിഅമത്തിനെ തിരിച്ചറിയുന്നതോടുകൂടി ഒരു വ്യക്തി അതിന് കീഴൊതുങ്ങും. അപ്പോൾ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ആ അംഗീകാരം നാവിലൂടെ പുറത്തു വരികയും വേണം. അത് പിന്നെ ശരീരത്തിലൂടെ എന്ത് ചെയ്യണം? പ്രകടമാകണം. അത് ശരീരത്തിലൂടെ പ്രകടമാവുകയും വേണം. അതിനാണ് നമ്മൾ സത്യത്തിൽ യഥാർത്ഥ ഹംദ്, യഥാർത്ഥ ശുക്ർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈമാൻ. ഈമാനിന് 3 റുക്നുകളുണ്ട്, അറിയില്ലേ? എന്താ ഈമാനിന്റെ 3 റുക്നുകൾ? ഒന്ന് തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്. 2 ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ്.
3 അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. അതാണ് ഈമാനെങ്കിൽ ശുക്റിനും ഈ 3 ഘടകങ്ങളുണ്ട്. 1 ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുക. അള്ളാഹുവിനുള്ള ശുക്ർ എങ്ങനെയായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ മുഹബ്ബത്തും ഉണ്ടാകണം, തഅലീമും ഉണ്ടാകണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത് ശക്തമായിരിക്കണം, കഠിനമായ മുഹബ്ബത്ത്, അങ്ങേയറ്റത്തെ മുഹബ്ബത്ത്. ആ മുഹബ്ബത്ത് ഹൃദയത്തിൽ വന്ന് നിറഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്കുള്ള മുഹബ്ബത്തിന് അവിടെ സീറ്റ് ഉണ്ടാവരുത്. മറ്റൊരാൾക്കുള്ള മുഹബ്ബത്തിന്, അല്ലാഹു പറയുന്നതനുസരിച്ചുള്ള മുഹബ്ബത്തിനല്ലാതെ പിന്നെ അവിടെ എന്തില്ല? അവിടെ സീറ്റില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബിയുടെ അടുത്ത് വന്ന് പറയാണ്, നബിയേ, ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഉപ്പ എന്നോട് പറയുന്നു, ഉപ്പ എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അവളെ ത്വലാഖ് ചൊല്ലണം എന്ന്. എനിക്കാകട്ടെ അവളെ ഭയങ്കര ഇഷ്ടമാണ്, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിനോടുള്ള മുഹബ്ബത്താണ് യഥാർത്ഥ ഈമാൻ എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ത്വല്ലിഖ്ഹാ, അവളെ ത്വലാഖ് ചൊല്ലണം. വാപ്പ പറഞ്ഞാൽ പിന്നെ അതിൽ മറുവാക്കില്ല. പ്രത്യേകിച്ചും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലണം മകൻ എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു കാര്യമുണ്ട്. ത്വലാഖ് ചൊല്ലണം. അപ്പൊ നമ്മുടെ മുഹബ്ബത്തിനപ്പുറം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനങ്ങളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, സ്നേഹിക്കാൻ, അതിനെ ജീവിതത്തിൽ പകർത്താനുള്ള സന്നദ്ധത, ആ സന്നദ്ധതയാണ് യഥാർത്ഥ ഈമാൻ. ആ ഈമാൻ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി, നാവ് കൊണ്ട് പ്രഖ്യാപിച്ച്, ശരീരം കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കലാണെങ്കിൽ ശുക്റും അങ്ങനെ തന്നെയാണ്. ഹൃദയം കൊണ്ട് അതെന്ത് ചെയ്യണം? മുഹബ്ബത്തോടു കൂടി അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി അംഗീകരിക്കണം, നന്ദിയോടുകൂടി അംഗീകരിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്ന തരുന്ന ആളോട് നമുക്കെന്തൊരു സ്നേഹമുണ്ടാകും, നമ്മളെ സഹായിക്കുന്ന ആളുകളോട് നമുക്കെന്ത് വിനയുണ്ടാകും. എങ്കിൽ റഹ്മാനായ റബ്ബിനോട് എത്ര സ്നേഹം നമ്മൾ കാണിക്കണം, എന്തൊരു സ്നേഹം നമ്മൾ കാണിക്കണം. കടുത്ത സ്നേഹം, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അങ്ങേയറ്റത്തെ കടുത്ത സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണ്ടാവണം. ആ സ്നേഹത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചാൽ പിന്നെ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. പരിശുദ്ധ ഖുർആനിൽ അതിന് ദലീലില്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ ആയത്ത്? ഏതാണ് ആയത്ത്? നന്ദി നിഅമത്ത് നാവിലൂടെ വരട്ടെ. പറയൂ, നിങ്ങളുടെ നിഅമത്ത് നിങ്ങളുടെ നാവിലൂടെ പ്രഖ്യാപിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ നിഅമത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക? ഫഹദ്ദിസ്, സംസാരിക്കുക. അത് നാവ് കൊണ്ടാവാം, അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടുമാകാം. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയും സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞു, വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അവർ രണ്ടുപേരും പറഞ്ഞു എന്നാണ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവന്റെ അടിമകളിൽ ധാരാളം ആളുകളെക്കാൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അവർ നാവുകൊണ്ട് പറഞ്ഞു എന്ന് അല്ലാഹു പറയുന്നത്. വഖാല അൽഹംദുലില്ലാഹ്. അപ്പൊ അവർ പറയുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിക്കാനും അല്ലാഹു പറഞ്ഞു. ഇഅ്മലു ആല ദാവൂദ ശുക്ര. അവിടെ ഇഅ്മലു എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കൂ. എന്ത്? നന്ദി പ്രവർത്തിക്കൂന്ന്. നന്ദി കാണിക്കൂന്നല്ല, നന്ദി പറയൂന്നല്ല, നന്ദി പ്രവർത്തിക്കൂ. എങ്ങനെ നന്ദി പ്രവർത്തിക്കുക? അള്ളാഹുവിനോടുള്ള നന്ദി കാരണം, പടച്ച റബ്ബിനോടുള്ള ശുക്ർ കാരണം, റബ്ബ് പറയുന്നത് മുഴുവൻ കേട്ട് അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് നന്ദിയുള്ള ഒരു അടിമ ആയിക്കൂടെ. ആ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്?
ഇബാദത്തുകളിലൂടെയാണ്, പ്രവർത്തനങ്ങളിലൂടെയാണ്. അതേ സന്ദർഭത്തിൽ നാവിലൂടെയാണ്. ആ നാവിലൂടെ വരുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 റുക്നും അവിടെ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഒന്ന്, നാം നമസ്കരിക്കുന്ന ആളുകളായി നമസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഓതുന്നു. നമ്മൾ ഖുർആൻ ഓതുന്നവർ ആയതെങ്ങനെ? നമ്മൾ നമസ്കരിക്കുന്നവർ ആയതെങ്ങനെ? നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലി അള്ളാഹുവിനെ അംഗീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു അമലാണ്. ഒന്നുകിൽ ഖുർആനിന്റെ ഖിറാഅത്ത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ നമസ്കാരം എന്താണ്? ഒരു ഇബാദത്താണ്, ഒരു അമലാണ്. അപ്പൊ എന്ത് വന്നു? ഹൃദയം കൊണ്ടുള്ള അംഗീകാരവും വന്നു, പ്രവൃത്തിയും വന്നു. പിന്നെ ഇനി വേണ്ടത് എന്താണ്? നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ്. അതാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാവുന്നു. തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ വാചകങ്ങളെ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ മഹത്വവും അംഗീകരിച്ചുകൊണ്ട് റബ്ബിന് നൽകുന്ന സനാഇന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സത്യനിഷേധികളായ ആളുകൾ കൽപ്പിച്ചിട്ടുള്ള എല്ലാ ചീത്തയായ സിഫത്തുകളിൽ നിന്നും അല്ലാഹുവിനെ തൻസീഹ് ചെയ്ത് ശുദ്ധീകരിച്ച് എല്ലാ നല്ല ഗുണങ്ങളും അല്ലാഹുവിനാകുന്നു എന്ന് പറയുന്ന വാചകമാണ് അൽഹംദുലില്ലാഹ്. അതോടൊപ്പം റഹ്മാനായ റബ്ബിനെ മദ്ഹ് പറയലും ആ മദ്ഹിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഹംദ് ചെയ്യലും അതേ സന്ദർഭത്തിൽ തന്നെ അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള ശുക്ർ കൂടിയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ശുക്ർ നമ്മൾ നമ്മളുടെ ഹൃദയം കൊണ്ടുള്ള അംഗീകാരത്തിലൂടെയും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനത്തിലൂടെയും ശരീരം കൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയും ഞാനും നിങ്ങളും കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ കാണിച്ചാൽ നാം യഥാർത്ഥ മുവഹിദുകളായി തീർന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ എതിര് നിന്നാൽ നമ്മളെ കാഫിർ എന്ന് വിളിക്കാവുന്നതാണ്. അതിനൊരു വേള സത്യനിഷേധി എന്നും അർത്ഥം വെക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ടവൻ എന്നും അർത്ഥം വെക്കാം. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹുവിന് നിങ്ങളെ നല്ല ഇഷ്ടമാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാകുന്നു. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ എന്റെ ശിക്ഷ വളരെ കഠിനമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും എനിക്കും നിങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ തിരിച്ചറിയുക. ആ നിഅമത്ത് നൽകിയ അല്ലാഹുവിനെ തിരിച്ചറിയുക. അതിനെ പിന്നെ നിഷേധിക്കാതിരിക്കുക. ശേഷം നമ്മൾ അതിനോട് വിനയപ്പെട്ടു വരിക. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടും അങ്ങനെ വിനയപ്പെട്ട് ആ ഉറപ്പായ മരണം വരുന്നത് വരെ നമ്മൾ അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്ത് ഒരിക്കലും മരണമില്ലാത്ത ആ ലോകത്ത് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഈ സെന്ററിലെ ഓഫീസ് സ്റ്റാഫായിരുന്ന